എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ യുവത്വം അത് വീണ്ടെടുക്കുകയാണ്. അതിനുശേഷം ആ ഡ്രാഗനെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് തകർത്ത് കളയും. ഇവിടുന്ന് പോയതിനു ശേഷം ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ മാസ്റ്ററിന്റെയും കുഞ്ഞിപ്പയ്യന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവരുടെ വേർപാട് അത് സഹിക്കാനായിട്ട് കഴിയില്ല. മോൺസ്റ്ററിനെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് ആലോചിക്കുമ്പോഴായിരിക്കും തൊട്ടടുത്ത് മാസ്റ്റർ ഉപയോഗിച്ച ആ ഒരു വലിയ കേസ് കാണുക. എന്റെ പവർ ഉപയോഗിച്ച് എനിക്കതിനെ സമൻ ചെയ്ത് ഇതിലേക്ക് കയറ്റാൻ കഴിയോ, ഉറപ്പായാലും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ തീരുമാനമെടുക്കും. ബുൽമാൻ ടീമിനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. ആ ഒരു വില്ലൻ മോൺസ്റ്റർ അവൻ തന്നെയാണ് ഡ്രാഗനെ സമൻ ചെയ്തതെന്ന്. ഇത്ര നേരം കൂടെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വരികയാണ്. മറ്റൊരു ഭാഗത്ത് ഗോക്കുവും ഉണ്ടപ്പനും അവർ ഒരുപാട് നേരം ട്രാവൽ ചെയ്ത് ഇപ്പോൾ ആ ഗോപുരത്തിനടുത്തെത്തും. വർഷങ്ങൾക്ക് ശേഷം ഗോക്കുവിനെ കണ്ട് ഹാപ്പിയായ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഓടി വന്ന് അവനെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം അവളുടെ പപ്പ അവിടേക്ക് വിളിക്കും. ആളും ഒരുപാട് സന്തോഷത്തിൽ അവിടേക്ക് വന്ന് ഗോക്കുവിനെ സ്വീകരിക്കുകയാണ്. ഇവിടെ ആ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ മോൺസ്റ്ററിനോട് അവൻ ഭരിക്കേണ്ട ആ ഒരു ലൊക്കാലിറ്റി അത് ഏതാണെന്ന് ചോദിക്കും. അതിന് മോൺസ്റ്റർ ആണെങ്കിൽ അവരെ കളിയാക്കി ചിരിച്ച് ഇപ്പോൾ ആ ഒരു വലിയ പേടകത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. താങ്കൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവർ 3 പേരും പരിക്കുകളൊക്കെ പറ്റി അങ്ങനെ ചമ്മി ഐസായിട്ടിരിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ മോൺസ്റ്റർ അതാണെങ്കിൽ ഏകദേശം വലിയൊരു ആക്ഷന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഗോളത്തിൽ ഇപ്പോൾ ഒരു മാൻഷൻ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് റൂൾ ചെയ്യാൻ പറ്റിയ മാൻഷൻ അത് ഇതാണ്. ഉണ്ടായിട്ടുള്ള ഒരുപാട് ഭൂപ്രകൃതി അത് ഇൻക്ലൂഡഡ് ആവുന്ന ഒരു പ്രദേശമാണിതെന്ന് പറയും. അത് കേട്ട് ആ മോൺസ്റ്റർ ആണെങ്കിൽ അതിന്റെ പവർ ഉപയോഗിച്ച് ആ ഗോളം തന്നെ കത്തിക്കുകയാണ്. ഈ ഒരു പ്രോസസ്സ് അത് ഒരുപാട് ഇഷ്ടമായി. ഇതെനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേറ്റ് താഴേക്ക് നോക്കും. അവരേകദേശം ആ ഒരു പട്ടണത്തിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ജനങ്ങളെല്ലാവരും രാജാവിന്റെ പിറന്നാൾ അത് ആഘോഷിക്കുകയാണ്. അവർ പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും ആർത്തുല്ലസിച്ചും അത് ആഘോഷിക്കും. അവർ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ആ ഒരു പട്ടണത്തിലുള്ള ജനങ്ങളെ കാണിക്കും. അവരെല്ലാവരും കിങ്ങിന് ഒരുപാട് റെസ്പെക്റ്റും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം വരുന്ന വഴി വീതിയിൽ പൂക്കളൊക്കെ വിതറി അങ്ങനെ നിൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രീതനായി അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായിട്ട് പൂക്കളോടുകൂടെ കാത്തു നിൽക്കും. അപ്പം മുകളിലായി ആ ഒരു വില്ലൻ മോൺസ്റ്റർ അവനാണെങ്കിൽ താഴേക്ക് നോക്കും. ഇത് അവരുടെ അവസാനത്തെ എൻജോയ്മെന്റ് ആണ്. അവരെല്ലാവരും മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ മോൺസ്റ്ററും അവന്റെ അസിസ്റ്റന്റും അവർ 2 പേരും ഇപ്പൊ താഴേക്ക് ചാടും. ഇതാ ഇവിടെ ഗോക്കു അവനാണെങ്കിൽ അവരോട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് ഗോക്കുവിനോട് പറയും, ഞാനിപ്പോ നല്ല സ്ട്രോങ് ആണ്, ഞാൻ ട്രെയിനിങ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിരിക്കട്ടെ, നിന്റെ ശരീരത്തെ എങ്ങനെ ഇത്രയും സംഭവിച്ചു, നീ എവിടെയെങ്കിലും വീണോ? അതിനുണ്ടപ്പം പറയും അവൻ ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്തു. മോൺസ്റ്ററിന്റെ അറ്റാക്കിൽ അവൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി. ഇപ്പോഴാണെങ്കിൽ അത് വിശ്വസിക്കില്ല. അയ്യോ ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. ഈ ഉണ്ടപ്പൻ അവൻ കള്ളം പറയാണ്. ഒരിക്കലും എന്റെ ഗോക്കുവിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അതിന് ഗോക്കു പറയും, അവൻ പറഞ്ഞത് സത്യമാണ്. ആ മോൺസ്റ്റർ വളരെ പവർഫുൾ ആണ്. എനിക്ക് വേണ്ട കുറച്ചു പേരെ അത് നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ ടവറിന് മുകളിൽ കയറി കാറ്റിനെ കണ്ടാൽ മാത്രമേ എനിക്കതിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. പിന്നെ ജയന്റ് മാനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഗോക്കു ഇപ്പൊ നിനക്ക് ആ ടവറിലേക്ക് കയറാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി നീ ഇപ്പൊ ടയേർഡാണ്. ഗോക്കു ആണെങ്കിൽ ഉണ്ടപ്പനോട് നിനക്കെന്നെ സഹായിക്കാൻ കഴിയില്ലേ? ആ ടവറിന് മുകളിൽ എത്തിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. അത് കേട്ട് അവൻ ഷോക്കാവും. ഓ നോ, എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും വലിയ ടവറിൽ നിന്നെയും താങ്ങി എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറാൻ. അതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവനെ ചീത്ത പറയും. അത് കേട്ട് ഉണ്ടപ്പനാണെങ്കിൽ അവനെ കോക്കറി കാണിക്കുകയാണ്. അവനാണെങ്കിൽ തിരിച്ചും അവളെ കോക്കറി കാണിച്ച് അങ്ങനെ കാറിന്റെ അടുത്തേക്ക് കടന്നു പോകും. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, മുകളിൽ ധാരാളം ഫുഡുണ്ട്, ഇഷ്ടപ്പെട്ട ടൈപ്പ് ഫുഡ് എല്ലാം തന്നെ അവിടുന്ന് കിട്ടും. അത് കേൾക്കുമ്പോൾ അവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തകൾ കടന്നു വരും. ഒരുപാട് ഫുഡുകൾ അങ്ങനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് കേട്ട് കൺട്രോൾ പോയി അവനാണെങ്കിൽ ഗോക്കുവിനെ മുകളിലെത്തിക്കാൻ സഹായിക്കും. ഗോക്കുവിനെ അവൻ ചുമലിലെടുക്കും. ആ ഒരു ജയന്റ് മാൻ 2 പേരെയും തൂക്കിയെടുത്ത് മുകളിലേക്ക് നല്ല ഫോഴ്സിൽ വലിച്ചെറിയും. അവർ ഒരുപാട് നേരം മുകളിലേക്ക് പോയി. ഇപ്പോ ഉണ്ടപ്പനാണെങ്കിൽ ആ പിരമിഡിൽ പിടിച്ചു നിൽക്കുകയാണ്. അവൻ മുകളിലേക്ക് നോക്കും. അതിന്റെ അറ്റം അതിപ്പോഴും അവന് കാണാനായിട്ട് പറ്റുന്നില്ല. ഗോക്കു ആണെങ്കിൽ ഫുഡിന്റെ കാര്യം പറഞ്ഞ് അവനെ കൊതിപ്പിക്കും. അത് കേട്ട് അവനാണെങ്കിൽ മുകളിലേക്ക് ചീറി പാഞ്ഞു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്ററും അവന്റെ അസിസ്റ്റന്റും അവർ 2 പേരും ആ മാൻഷന്റെ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ ഒന്നൊന്നായിട്ട് ഇപ്പൊ അത് അങ്ങനെ കൊന്നു തള്ളുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മാർഷൽ ആർട്സ് മാനെ കാണിക്കും. ആളാണെങ്കിൽ കുഞ്ഞിപ്പയ്യനെയും മാസ്റ്ററിനെയും ഇപ്പോൾ ഒരേപോലെ ചേർത്ത് കിടത്തിയിരിക്കുകയാണ്. അതിനുശേഷം മാസ്റ്റർ ഉപയോഗിച്ച ആ ഒരു പവർ അത് മാസ്റ്ററിന്റെ മൈൻഡിൽ നിന്ന് തന്നെ അവൻ റീഡ് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു പേടകം അതങ്ങനെ പറന്നു വരികയാണ്. അത് മറ്റാരുടെ അല്ല, ബുൽമാൻ ടീമിന്റെ പേടകമാണ്. അവർ അങ്ങനെ ആ പേടകത്തിലേക്ക് സൂം ചെയ്യും. ലോഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ആ ലൊക്കേഷൻ ചെക്ക് ചെയ്ത് അവസാനമായിട്ട് മാസ്റ്റർ ഉണ്ടായ ലൊക്കേഷൻ അത് ഇതാണെന്ന് പറയും. അവർ ആ പേടകം താഴേക്ക് കൊണ്ടുവരികയാണ്. മാർഷൽ മാൻ ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ പേടകത്തിൽ നമ്മുടെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അവൻ തല താഴ്ത്തി നിൽക്കുകയാണ്.
താഴെ ചേതനയേറ്റ് കിടക്കുന്ന മിസ്റ്ററിനെ കുഞ്ഞിപ്പയ്യനെ കണ്ട് അവരെല്ലാവരും നെഞ്ചു തകർന്ന് കരയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് പറയും, ഐ എം സോറി, ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തന്നെ തുടക്കം മുതലേ ഫ്ലോപ്പായിരുന്നു. ആ ഒരു കാരണത്താൽ തന്നെ മാസ്റ്റർ എന്നെ ഈ ഒരു ഫൈറ്റിൽ ഇന്റർഫിയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എന്നെ പാരലൈസ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. പക്ഷെ നമ്മൾ കരുതും പോലെയല്ല, ആ മോൺസ്റ്റർ ഇപ്പോൾ പഴയത്തിലും കൂടുതൽ പവർഫുൾ ആണ്. അവൻ്റെ പവർ അത് ആ ഡ്രാഗണിലൂടെ അവൻ ഇരട്ടിയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ആൾക്കാർക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേൾക്കും തോറും അവരുടെ ദേഷ്യവും അരിശമൊക്കെ അങ്ങനെ മടങ്ങാവുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും മോൺസ്റ്ററിനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. മാസ്റ്റർ അവസാനം യൂസ് ചെയ്ത ആ ഒരു ടെക്നിക്ക് അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഞാൻ ശ്രമിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും എനിക്ക് ആ ജാറിൽ ലോക്ക് ചെയ്യണം. ബോയ് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അയ്യോ വേണ്ട വേണ്ട, ഒരു കാരണവശാലും നീ അത് ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ മാസ്റ്ററിനെ പോലെ നിനക്കും എന്റെ ജീവൻ നഷ്ടാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അടിച്ചു പറയും, എനിക്കിനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. എനിക്ക് എന്റെ കുഞ്ഞിപ്പയ്യന് വേണ്ടി ഇതെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരെല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഒരു പേടകവുമായി ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ അവിടുന്ന് കടന്നു പോകും. ഉൽമയാണെങ്കിൽ ബാക്കിയുള്ളവരോട് ചോദിക്കും, ഇനി നമുക്ക് അവനെ കാണാൻ കഴിയോ? കട്ട് ചെയ്താ ഇവിടെ ചീഫ് ആണെങ്കിൽ സ്പീച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ഗ്രാമത്തിലുള്ള റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടികൾ അവരാണെങ്കിൽ ഇപ്പോൾ ആ ചീഫിന് ഫ്ലവേഴ്സ് കൊടുക്കും. അതേസമയം ബീസ്റ്റ് അത് ആ വലിയ കവാടം അത് തകർത്ത് സോൾജിയേഴ്സിനെ എല്ലാം തല്ലിക്കൊന്ന് അകത്തേക്ക് കടന്നു വരികയാണ്. മെയിൻ സോൾജിയറിനോട് ഇപ്പോൾ ബാക്കിയുള്ള സോൾജിയേഴ്സ് നടക്കുന്ന കാര്യം പറയും. ആളാണെങ്കിൽ ഫംഗ്ഷൻ ഒരു കാരണവശാലും കൊളാപ്സ് ആവാൻ പാടില്ല, എത്രയും വേഗം സൈന്യത്തെ ഉപയോഗിച്ച് അവനെ തടയാനായിട്ട് പറയും. അതനുസരിച്ച് ഒരുപാട് സൈന്യങ്ങൾ അവന് നേരെ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് അവനെ തടയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ പവർ ഉപയോഗിച്ച് അവറ്റകളെ ചുട്ടുകരിക്കും. അതിനുശേഷം വീണ്ടും അകത്തേക്ക് കടന്നു വരും. ഇത്തവണ വലിയ വലിയ പീരങ്കികളായിരിക്കും ഇപ്പൊ മോൺസ്റ്ററിനെ നേരിടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഒരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഫ്ലവർ കൊടുക്കാനായിട്ട് ചീഫിന്റെ അടുത്തേക്ക് പോകും. അതേസമയം ആ കുഞ്ഞിപ്പെണ്ണ് ഫ്ലവർ കൊടുക്കുന്ന രംഗം അവളുടെ ഗ്രാമത്തിലുള്ളവർ ഹായിയായിട്ട് കാണുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് ചീഫിന്റെ തൊട്ടടുത്തെത്തും. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെപ്പൻസ് എല്ലാം തകർത്ത് വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പൊട്ടിത്തെറിയുടെ എഫക്റ്റിൽ ജനങ്ങളെല്ലാവരും തെറിച്ചു പോകും. ആ പെൺകുട്ടി അടിച്ചു വീഴും. മോൺസ്റ്റർ ആണെങ്കിൽ ഒരുപാട് പേരെ കൊന്ന് ഇപ്പൊ മാൻഷനിലേക്ക് കടന്നു പോവാണ്. ഇവിടെ ഒരു സോൾജിയർ ആണെങ്കിൽ ചീഫിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ചീഫ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് ഒരിക്കലും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. മോൺസ്റ്ററിനെ ഏത് വിധത്തിലും എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. സോൾജിയർ ആണെങ്കിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും, ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങൾ ചീഫ് ആ മോൺസ്റ്ററിന് മുൻപിൽ ചെന്ന് വീഴാനായിട്ട് പാടില്ല. അത് വളരെ പവർഫുൾ ആണ്, നമുക്ക് ടാക്ടിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. ഉടനെ ഒരു പവർഫുൾ ആയ സോൾജിയറും ഇവിടേക്ക് കടന്നു വന്ന് അവരാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ മോൺസ്റ്ററും അവന്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ആക്ഷനിലേക്ക് കടന്നു വരും. അടുത്ത നിമിഷം ആ പവർഫുൾ സോൾജിയർ അവന്റെ അസിസ്റ്റൻസും ഇപ്പൊ മോൺസ്റ്ററിനെ തടയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവനോട് ചോദിക്കും, മരിക്കുന്നതിന് മുൻപ് നിനക്ക് ഞാൻ ഒരു അവസരം തരാം. നിങ്ങളുടെ ചീഫ് അദ്ദേഹം എവിടെയാണ്? നീ മര്യാദയ്ക്ക് പറയുകയാണെങ്കിൽ വലിയ വേദന ഒന്നും എടുപ്പിക്കാതെ ഞാൻ നിന്നെ കൊല്ലും, അതല്ല എങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അത് കേൾക്കേണ്ട താമസം ആ സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ മോൺസ്റ്ററിനെ പഞ്ച് ചെയ്യും. മോൺസ്റ്റർ അവന്റെ പഞ്ച് ക്യാച്ച് ചെയ്ത് അവന് പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ സോൾജിയറിന്റെ വയറ്റിൽ ആഞ്ഞു കുത്തി ആ ചീഫ് എവിടെയും ചോദിക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ചീഫ് ഒരു പേടകത്തിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത് അവന്റെ അസിസ്റ്റന്റ് ചൂണ്ടിക്കാണിക്കും. അത് കണ്ട് മോൺസ്റ്റർ ടെററായിട്ട് ചിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന്റെ ബ്രിമ്മിൽ എത്തിക്കഴിഞ്ഞു. അവനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, ഇതാണോ നിനക്ക് പോകേണ്ട സ്ഥലം? ഇവിടെ ഗോകു ആണെങ്കിൽ അതൊന്നും അറിയാതെ കോർക്കം വലിച്ചുറങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫ്ലവർ കൊടുക്കാനായിട്ട് ശ്രമിച്ച പെൺകുട്ടി അവളാണെങ്കിൽ ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കണമെങ്കിൽ ഗോകുവിന് മാത്രമേ പറ്റൂ. അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഉച്ചത്തിൽ ഗോകുവിന്റെ പേര് വിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ചീഫ് യാത്ര ചെയ്യുന്ന ആ പേടകത്തിന് മുകളിലേക്ക് വരും. ആ മോൺസ്റ്ററിനെ കണ്ട് അവരെല്ലാവരും ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.